ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഇക്കാൻ്റെ കല്യാണം. അപ്പോൾ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല, ഇനി കഷ്ടിച്ചൊരു 1 വീക്ക് കൂടിയേ ഉള്ളൂ. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ആ ഒരു മാരേജ് ആവാനായതിൽ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് മഹർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മഹർ, താലി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ മഹർ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അള്ളാ നമ്മളൊരു 2 വീക്സ് മുന്നേയൊക്കെ ആയിട്ട് മഹർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോഡലും ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് കളക്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് അത് വാങ്ങിക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം മാരേജൊക്കെ ആവാനായല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇൻഷാ അള്ളാ ഞാനും സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇസമോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ, ഭയങ്കര ചില്ലായിട്ട് ഇരിക്കുകയാണ്. ആളിപ്പോൾ ഉറങ്ങിപ്പോവും, രാവിലെ ഉറങ്ങിയിട്ടില്ലേനു. അപ്പോൾ ആളിപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ഞാനും ഉമ്മായും ഇക്കാക്കയും ഇസമോളും കൂടിയാണ് കേട്ടോ മഹർ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ഉപ്പാനെ വിളിച്ചപ്പോൾ ഉപ്പാക്ക് ചെറിയൊരു വർക്കുള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാൽ മതി, ഞാൻ വീട്ടിലെത്തിയിട്ട് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ റോഡൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്, ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി ബ്ലോക്കിലൊക്കെ പെട്ടു, എന്നാലും നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ അവിടെ എത്താനായി. അപ്പോൾ ഇതാ നമ്മൾ മുബാറക് ജ്വല്ലറിയിലേക്കാണ് കേട്ടോ പോകുന്നത്, രാമനാട്ടുകരയുള്ള. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും, നമ്മുടെ കാലിക്കറ്റുള്ള എല്ലാവർക്കും അറിയാൻ മതിയാവും ഇവിടെ രാമനാട്ടുകരയിലുള്ള മുബാറക് ജ്വല്ലറി ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാട്ടോ പോണത്. അപ്പോൾ ഇതാ നമ്മൾ ജ്വല്ലറിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജ്വല്ലറീൻ്റെ ഉള്ളിലൊക്കെ കയറി. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് മഹർ കാണാൻ വേണ്ടിയിട്ടൊക്കെ, അവൻ ഇരിക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ ഒത്തിരി നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ജ്വല്ലറിയാണ്. ഞാൻ എൻ്റെ ഇസമോക്കാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ ഇവിടേക്കാണ് എടുത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇസ നല്ല ഉറക്കത്തിലാട്ടോ. ഇസ കാറിൽ നിന്ന് ഉറങ്ങിപ്പോയി, ഞാൻ പറഞ്ഞിട്ടില്ലേനോ രാവിലെ ഉറങ്ങാത്ത കാര്യം. അപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെന്താ അപ്പോൾ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തൊരു മോഡൽ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു ലോക്കറ്റൊക്കെ ഭയങ്കര നല്ല രസമുണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ട്. അപ്പോൾ അവന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതിന് ശനിയാഴ്ച അന്ന് ഇട്ട് കൊടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയിലാണ്. അപ്പോൾ മഹർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഒരു ജ്വല്ലറീൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അതാണ്. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തം. എങ്ങനെയുണ്ട് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മഹർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബിൽ പേയ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇതാ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ പുറത്തുനിന്ന് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 2:30 കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഇസുമോൾ നല്ല ഉറക്കം തന്നെ കേട്ടോ. ഇസുമോൾ നല്ല ഒന്നും അറിഞ്ഞിട്ടില്ല, ജ്വല്ലറിക്ക് കയറിയതും അറിഞ്ഞിട്ടില്ല, സാധനം വാങ്ങിയതും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസമോൾ അപ്പോഴും ഉറങ്ങുകയാണ്. ഉമ്മ അവിടെ എത്തിയപ്പോൾ ഉമ്മ അവളെ എണീപ്പിച്ചു, കാരണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. അവൾ നല്ല ഉറക്കമല്ലേ, അപ്പോൾ അവളെ എണീപ്പിച്ചു.
ഇസോ 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 ഇസ ഹായ് പറ. അപ്പം നമ്മൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവന് മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്കും ഉമ്മാക്കും സാധാ ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ മന്തി കഴിച്ചാൽ ആകെ ഒരു എന്താ പറയുക, ഒരു മയക്കത്തിനുള്ളൊക്കെ ഒരു ഫീല് വരും. അപ്പോൾ ഞങ്ങൾ സാധാ ചോറാണ് ഓർഡർ ചെയ്തത്. അവന് മന്തിയും. പിന്നെ ഇസോന് പ്രത്യേകമായിട്ട് ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവൾ ഇച്ചിരിയല്ലേ കഴിക്കുള്ളൂ, അത് ഞങ്ങളേന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അവൾക്ക് പപ്പടം അത് ഭയങ്കര വീക്ക്നെസ്സാണ്. കണ്ട പണിയായത് പപ്പടം കയ്യിലാക്കി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത്. നാവ് നാവ് പൊള്ളു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഈ ഒരു സമയത്ത് നല്ല മഴ പെയ്തിട്ടോ, നല്ല മഴ പെയ്ത് തോർന്നു. എന്നാലും ഒരു ചെറിയൊരു ചാറലൊക്കെ ഉണ്ട് മഴ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇനി കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോഴത്തെ തിരക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട്, നല്ല തിരക്കായിരിക്കും എന്നാലും മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ മഹർ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ വ്ളോഗിൽ കുറേ തെറ്റുകൾ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വ്ളോഗിലുണ്ടെങ്കിൽ ക്ഷമിക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെന്താ, ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരാം. എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ അങ്ങനെ അറിയില്ല, എന്നാലും ശ്രമിക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.